പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിൽ SDPയുടെ പിന്തുണയുടെ UDF പ്രതിനിധി KV ശ്രീദേവി പ്രസിഡന്റായി. തൊട്ടു പിന്നാലെ ശ്രീദേവി രാജിവെച്ചു. നമ്മുടെ പഞ്ചായത്തിൽ അധികാരത്തിൽ കൊണ്ടുവരില്ല എന്നുള്ളൊരു നിശ്ചയത്തിൻ്റെ പേരിലാണ് SDPI കോൺഗ്രസിന് കൊടുക്കുന്ന പിന്തുണ. കഴിഞ്ഞിട്ട് നമുക്കറിയാം LDFനായിരുന്നു SDPയുടെ പിന്തുണ. അതും BJPയെ നമ്മുടെ കോട്ടായ പഞ്ചായത്തിലെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടി മാത്രമാണ്. അല്ലെ അവരുടെ ഭരണത്തിൻ്റെ മികവോ അല്ല അവരുടെ എന്തെങ്കിലും മമതയോട് കൂടിയുള്ള ഒരു പിന്തുണയല്ല നമ്മൾ കൊടുക്കുന്നത്. പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിലാണ് ഈ നാടകീയമായ സംഭവങ്ങൾ. SDPI പ്രതിനിധിയുടെ പ്രതികരണം കൂടിയാണ് കണ്ടത്. CK അഭിലാൽ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി വീണ്ടും ചേരുന്നുണ്ട്. നേരത്തെ അഭിലാൽ റിപ്പോർട്ട് ചെയ്തതുപോലെ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു. കോട്ടാങ്ങൽ പഞ്ചായത്തിൽ SDPI പിന്തുണയോടുകൂടി പ്രസിഡന്റ് പദത്തിലേക്ക് എത്തുന്നു. ഉടൻ തന്നെ രാജിയും സംഭവിച്ച് ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? അത് 5 UDF അംഗങ്ങളുടെ പിന്തുണയ്ക്കൊപ്പം തന്നെ SDPയുടെ 3 ആളുകളുടെ അധിക പിന്തുണ കൂടി ലഭ്യമായാണ് UDF പ്രതിനിധി KV ശ്രീദേവി തിരഞ്ഞെടുക്കപ്പെട്ടത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അവർ രാജി സമർപ്പിച്ചിരിക്കുകയാണ്. രാജിവെക്കണം എന്ന് നേരത്തെ തന്നെ തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ്, അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നാൽ സമാന രീതിയിൽ ഞങ്ങൾ വീണ്ടും രാജിവെക്കും. രാഷ്ട്രീയ അനിശ്ചിതത്വം മുൻ വർഷങ്ങളിലെ പോലെ തന്നെ പ്രതീക്ഷിക്കാം. എന്താണ് ഇതിനൊരു പോംവഴി? നേതൃത്വം തീരുമാനിക്കട്ടെ. എന്താണ് ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഒഴിവാക്കാനുള്ള പോംവഴി? രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഒഴിവാക്കണമെങ്കിൽ എല്ലാ കക്ഷികളും തീരുമാനിക്കണം. ഞങ്ങൾ എന്തായാലും BJPയുടെയോ SDPയുടെയോ LDFൻ്റെയോ പിന്തുണ സ്വീകരിച്ച് കോട്ടാങ്ങൽ പഞ്ചായത്ത് ഭരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അത് ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ തീരുമാനം, ഞങ്ങളുടെ വ്യക്തിപരമായ ആരുടെയും തീരുമാനമല്ല. അപ്പോൾ അതെന്താണെന്ന് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ ടോസിൽ കൂടെയാണെങ്കിൽ ഈ ഭരണം ഏറ്റെടുക്കും. കഴിഞ്ഞ തവണ ഏറ്റവും അവസാന ഘട്ടത്തിൽ SDPയുടെ പിന്തുണയോടുകൂടി ഇടതുപക്ഷം ഭരിക്കുകയായിരുന്നു. LDFും UDFും ഒരുപോലല്ല. UDFിന് നിലപാടുള്ള പാർട്ടിയാണ്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാറുമോ? ഒരു മാറ്റവും ഉണ്ടാകില്ല. BJP പ്രതിനിധികൾ 5 പേർ വിജയിച്ചു വന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. അവരുടെ പ്രതികരണം കൂടി ഈ വിഷയത്തിൽ നിർണായകമാണ്. മായാദേവിക്ക് 5 വോട്ടുകളാണ് ലഭ്യമായത്. എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് BJPയുടെ അഭിപ്രായം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രസിഡന്റ് ഒപ്പിട്ടാൽ മാത്രമേ ഒരു വികസന പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിക്കാൻ പറ്റുള്ളൂ. ഈ പ്രസിഡന്റ് രാജിവെച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളെ, ഇവിടുത്തെ വികസനത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഭവമായിട്ട് മാറുന്നു. BJP അകറ്റി നിർത്തുന്നതിനുള്ള ഉപായം എന്നുള്ളതാണ് SDPയുടെ നിലപാട്. അതെ. അതായത് BJPയെ ഒരു കാരണവശാലും ഭരണത്തിൽ കൊണ്ടുവരരുതെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വർഗീയ തീവ്ര സംഘടനയായ SDPയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവരുടെ KPCC ഉൾപ്പെടെ സംസ്ഥാന തലത്തിൽ നിന്ന് പോലും നിർദ്ദേശം കിട്ടുകയാണ് ഇവർ ചെയ്തത്. ഇത് ജനങ്ങളെ കളിപ്പിക്കുകയാണ്. കാരണം നിയമസഭാ ഇലക്ഷൻ വരെ ഇത് കൊണ്ടുപോവുകയും അതിനുശേഷം ഉറപ്പായിട്ടും ഈ പിന്തുണ ഇവർ വാങ്ങി ഇവിടെ ഭരിക്കാനുള്ള ക്രമീകരണമാണ് അവർ ചെയ്യുന്നത്. കഴിഞ്ഞ തവണ LDF ചെയ്തതുപോലെ തന്നെ UDF ഇത് ചെയ്യും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. SDPയുടെ പ്രതികരണം കൂടി തേടാം. ഈ ഗ്രാമപഞ്ചായത്തിലെ 6, 8, 12 വാർഡുകളിൽ നിന്നുള്ള ജനപ്രതിനിധികളാണ് SDPയ്ക്കുള്ളത്. അവരാണ് UDFന് അനുകൂലമായി വോട്ട് ചെയ്തത്. ഇതേ നിലപാട് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പൊക്കെ നിങ്ങൾ സ്വീകരിക്കുമോ? ഇതേ നിലപാട് ഉച്ച കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇതേ നിലപാടായിരിക്കും പാർട്ടിക്കുള്ളത്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതെല്ലായിരിക്കും പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കുകയുള്ളൂ. നേരിട്ടൊരു പിന്തുണ കൊടുക്കാൻ പാർട്ടി ആലോചിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ 3 തവണ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. 2 തവണ രാജിവെച്ചു. പക്ഷേ 3-ാം തവണ രാജിവെച്ചില്ല. ഈ പ്രാവശ്യം അങ്ങനെ സാഹചര്യം ഉണ്ടാകത്തില്ല. UDF ജനാധിപത്യത്തോട് കാണിക്കുന്ന ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. കടുത്ത വെല്ലുവിളി. പാർട്ടി ജനാധിപത്യ 3 മെമ്പർമാരുടെ വോട്ട് നേടി ജയിച്ചു വരുന്ന വോട്ടർമാരുടെ പിന്തുണ വേണ്ട എന്ന് സ്വീകരിക്കുന്നത് UDF കാണിക്കുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. ഈ വെല്ലുവിളി നിയമസഭാ ഇലക്ഷനിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ UDF സ്വീകരിച്ചിട്ടില്ല. ഇവർ ഞങ്ങളുടെ വോട്ട് മേടിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തുകളിലും ആനിക്കാട് ഡിവിഷൻ അടക്കം UDF ജയിച്ചിട്ടുള്ളതെന്ന് ഈ വിധത്തിൽ പറയാൻ ആഗ്രഹിക്കും. SDPI നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പക്ഷം കോൺഗ്രസും സമാന നിലപാട് തുടരുന്നുവെങ്കിൽ 2020 സമാനമായ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിലേക്ക് കോട്ടായ്ക്കൽ ഗ്രാമപഞ്ചായത്ത് മാറുമെന്ന് തീർച്ചയാണ്.